നോമ്പ് കാലഘട്ടം അത് പുതുക്കി പണിയലിന്റെ കാലഘട്ടം. നോമ്പ് കാലഘട്ടം അത് രൂപാന്തരത്തിന്റെയും പുതുക്കി പണിയലിന്റെയും കാലഘട്ടമാണ്. യിരെമ്യാ പ്രവാചകന് യഹോവയായ ദൈവം നൽകുന്ന ഒരു വലിയ ദർശനമുണ്ട്. താൻ തകർന്നു പോയൊരു വേളയിൽ, തന്റെ ശുശ്രൂഷയുമായി മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എന്ന് തോന്നിയ ഒരു വേളയിൽ യിരെമ്യാവിനെ ബലപ്പെടുത്തുന്ന ദൈവം, ഒരു കുശവന്റെ ഭവനത്തിലേക്ക് യിരെമ്യാവിനെ അയക്കുന്ന കർത്താവ്. കുശവന്റെ ഭവനത്തിൽ കുശവൻ തന്റെ കരങ്ങൾ കൊണ്ട് ഒരു പാത്രം മെനയുന്നത് യിരെമ്യാവ് ദർശിക്കുന്നുണ്ട്. തന്റെ കരങ്ങളിൽ തന്റെ വിരലുകളാൽ മനോഹരമായ ഭംഗിയോടെ നിർമ്മിക്കപ്പെട്ട ഒരു പാത്രം പെട്ടെന്ന് അശ്രദ്ധമായി അത് തകർന്നു പോകുമ്പോ അതിനെ ഉപേക്ഷിക്കാതെ വീണ്ടും അതിനെ ഉടച്ചു വാർത്ത് തനിക്ക് പ്രയോജനമുള്ള മറ്റൊരു പാത്രമായി രൂപാന്തരപ്പെടുത്തുന്ന കുശവൻ. ഈ കുശവന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കേണ്ടുന്ന കാലമാണ് ഈ നോമ്പ് കാലഘട്ടം. ഉടഞ്ഞുപോയ പാത്രങ്ങളെ, തകർന്നുപോയ പാത്രങ്ങളെ, പ്രയോജനപ്പെടാതെ പോയ പാത്രങ്ങളെ, ഇനി ഒരിക്കലും ആർക്കും പ്രയോജനപ്പെടില്ല എന്ന് നാം ചിന്തിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് നൽകുവാൻ തയ്യാറായാൽ ഏറ്റവും മനോഹരമായ മറ്റൊരു പാത്രമായി രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. എന്ന് കേൾക്കുന്ന ദൈവജനമേ, ഈ നോമ്പിന്റെ കാലഘട്ടം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമോ? പണിയുന്ന കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമോ? രൂപാന്തരപ്പെടുത്തുന്നവന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമോ? ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പ്രയോജനമുള്ള പാത്രങ്ങളായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ കർത്താവിന് കഴിയും. ഈ നോമ്പ് കാലഘട്ടം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന രൂപാന്തരത്തിന്റെ, പുനർസൃഷ്ടിയുടെ കാലഘട്ടമായി മാറട്ടെ. അതിന് ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.